തിരുവോണ ദിനത്തിൽ തിരുവാറന്മുളയപ്പന് സമർപ്പിക്കാനുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി പുറപ്പെട്ടു. കാട്ടൂരിൽ നിന്നാണ് ദേശപ്രമാണിമാരുടെ നേതൃത്വത്തിൽ തോണി ആചാരപൂർവ്വം പുറപ്പെട്ടത്. വിവിധ പള്ളിയോടങ്ങളുടെ അകമ്പടിയോടെയാണ് തിരുവോണത്തോണിയുടെ ആറന്മുള ക്ഷേത്രത്തിലേക്കുള്ള യാത്ര. ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാട്ടൂർ ക്ഷേത്രക്കടവിൽ നിന്ന് തിരുവോണത്തോണി പുറപ്പെട്ടിരിക്കുകയാണ്. തിരുവോണ വിഭവങ്ങളുമായി, അതായത് തിരുവാറന്മുള അപ്പന് നാളെ തിരുവോണ സദ്യ ഉണ്ടാക്കാനുള്ള തിരുവോണ വിഭവങ്ങളുമായാണ് മങ്ങാട്ട് ഭട്ടതിരിയുടെ നേതൃത്വത്തിൽ തിരുവോണത്തോണി പുറപ്പെട്ടിരിക്കുന്നത്. 52 കരകളിലുള്ള വിവിധ പള്ളിയോടങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള തിരുവോണത്തോണിയാണ്. വിവിധ പള്ളിയോടങ്ങളും ഇതിന് ഒപ്പമുണ്ട്. ഈ രാവിലെ പുലർച്ചെ സൂര്യോദയത്തിന് മുൻപാണ് ഇത് ക്ഷേത്രക്കടവിൽ എത്തിച്ചേരേണ്ടത്. അതിനുശേഷം വെറ്റിലയും പുകലയും ഒക്കെ നൽകിക്കൊണ്ട്, പൂവും ഒക്കെ നൽകിക്കൊണ്ട് ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ തന്നെ മേൽശാന്തിയുടെയും ഒക്കെ നേതൃത്വത്തിൽ, വലിയോട സേവാ സംഘത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ സ്വീകരണം നടക്കും. എന്തായാലും കൃത്യം 6:15 കൂടി ഈ ഒരു പുറപ്പെടൽ ചടങ്ങ് നടന്നിട്ടുണ്ട്. വിവിധ സമയങ്ങളിലായി പതിയെ മാത്രമാണ് ഇത് പോവുകയുള്ളൂ. അതിനുശേഷം നിരവധി ഭക്തജനങ്ങളാണ് ഈ കരകളിലെമ്പാടും തന്നെ കാത്തു നിൽക്കുന്നത് ഈ തോണി പുറപ്പെടുന്നത് കാണാൻ വേണ്ടി. നാളെ രാവിലെ കൃത്യം 5:30 തന്നെ ക്ഷേത്രത്തിലേക്ക് ഈ തിരുവോണത്തോണി എത്തിച്ചേരും. എന്തായാലും വലിയ ആചാരപ്പെരുമ അല്ലെങ്കിൽ ആഘോഷപ്പെരുമ ഒക്കെ നിലനിൽക്കുമ്പോൾ പോലും, ആഘോഷത്തിമിർപ്പ് ഒക്കെ നിലനിൽക്കുമ്പോൾ പോലും ഈ ഒരു മേഖലയിൽ ആളുകളുടെ ഒരു സാന്നിധ്യം വളരെ വളരെ കൂടുതലായിരുന്നു. സാധാരണയിൽ കവിഞ്ഞുകൊണ്ട് തന്നെ ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും വലിയ ഭക്തജന തിരക്ക് രാവിലെ മുതൽ തന്നെ ആറന്മുള ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, മുൻ MLA-യും അതുപോലെ തന്നെ MLA-മാരായ രാജു എബ്രഹാം, അതുപോലെ തന്നെ A പത്മകുമാർ, അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ, BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള മുഴുവൻ ആളുകളും, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പ്രമോദ് നാരായണൻ MLA അടക്കം മുഴുവൻ ആളുകളും ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക്, പോലീസിൻ്റെ ഒക്കെ ഒരു വലിയ സാന്നിധ്യം ഒക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു തിരക്കിനോളം തന്നെ ആളുകൾക്ക് കൃത്യമായ രീതിയിൽ തന്നെ ആചാരപ്പെരുമയോടുകൂടി ആഘോഷത്തിമിർപ്പിൻ്റെ ഭാഗമായി ആളുകൾ ഒത്തുചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്നാലും സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.